അവധിയെടുത്ത ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ധനവകുപ്പ്. അവധി കഴിഞ്ഞ് തിരികെ കയറിയില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ധനവകുപ്പിന്റെ സർക്കുലർ വന്നു. ശൂന്യവേതന അവധി കഴിഞ്ഞ് തിരികെ ജോലിക്കെത്തിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് നിർദ്ദേശം. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, എന്താണ് ധനവകുപ്പിന്റെ നിർദ്ദേശം? സ്മൃതി, അവധി കഴിഞ്ഞ് തിരികെ കയറാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ, ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നുള്ള കർശന നിർദ്ദേശവുമായിട്ടാണ് ധനവകുപ്പിന്റെ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് അനധികൃത ഹാജരില്ലായ്മ വ്യാപകമായി കൂടുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സർക്കുലറിൽ സൂചിപ്പിക്കുന്നത്. അതായത് വിവിധ വകുപ്പുകളിൽ അനുവദിക്കപ്പെട്ട ശൂന്യവേതനാവധിയുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ജോലിയിൽ തിരികെ പ്രവേശിക്കാതെ പല ജീവനക്കാരും വർഷങ്ങളോളം അനധികൃതമായി ഈ ജോലിയിൽ ഹാജരാകാതിരിക്കുന്നുണ്ട്. ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ വേണ്ടി വകുപ്പ് തലവന്മാർക്ക് കർശന നിർദ്ദേശമാണ് ഇപ്പോൾ ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. അതായത് അവർക്കെതിരെ യഥാസമയം അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ നിലവിൽ ഇത്തരത്തിൽ വർഷങ്ങളോളം അനധികൃത ഹാജരില്ലായ്മ ഉള്ള ഉദ്യോഗസ്ഥർക്കെതിരെ, ജീവനക്കാർക്കെതിരെ നടപടിയില്ലാത്തത് കൊണ്ട് സർക്കാരിന് വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുന്നുണ്ട്. അതായത് പെൻഷൻ ആനുകൂല്യം അടക്കം ഇവർക്ക് നൽകേണ്ടി വരുന്നുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കർശന നിർദ്ദേശം ധനവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കൂടി ഇതിനകത്ത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അച്ചടക്ക നടപടി സ്വീകരിച്ച് അവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ള നടപടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് പാടില്ല. ഈ ഇത്തരത്തിലുള്ള ജീവനക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെ ഉള്ള നിർദ്ദേശമാണ് ഈ ധനവകുപ്പിന്റെ പുറത്തിറങ്ങിയിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത്. പ്രതി ശരി.